ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. പിങ്ക് എന്ന് പറഞ്ഞിട്ട് മൊത്തം ഓറഞ്ചാണ്. ഫൈനലി നമ്മൾ പിങ്ക് സിറ്റിയുടെ ഹൃദയമായ ഹവാ മഹാളിൻ്റെ മുന്നിലാണുള്ളത്. ഈ പാലസിൻ്റെ ആർക്കിടെക്ചർ തന്നെയാണ് ഇതിന് ഇത്രയും ഭംഗിയേകുന്നത്. ആൻഡ് ദ സ്റ്റോറി ബിഹൈൻഡ് ദിസ് വാൾ ഓൾസോ സംതിങ് ഇൻട്രസ്റ്റിംഗ്. കാരണം ഈ രാജാവ് അവിടെയുള്ള റോയൽ വുമൻസിന് വേണ്ടി പുറം ലോകം കാണാതെ തന്നെ ഇവർക്ക് സ്ട്രീറ്റും അതുപോലെ തന്നെ ഫെസ്റ്റിവലും കണ്ടാസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രൂപകൽപ്പന ഇതിന് നൽകിയിട്ടുള്ളത്. അതുപോലെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ആ ചെറിയ ചെറിയ മൾട്ടി കളറായിട്ടുള്ള ഗ്ലാസ്സുകളാണ് ഇവിടുത്തെ വിൻഡോസ്. എറൗണ്ട് 1000 വിൻഡോസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് കാരണം ഇവിടെ ചൂട് കാലത്തും ഭയങ്കര തണവാണ് അനുഭവപ്പെടുന്നത്, ഇത്രയധികം വിൻഡോസ് ഉള്ള കാരണം. അതുകൊണ്ട് എല്ലാവരും ഈ പാലസിനെ ദ വിൻഡ് ബ്രീത്തിങ് പാലസ് എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ഒരു കഫേയിലേക്ക് പോയോണ്ടിരിക്കുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വ്യൂ ഉള്ള സ്ഥലത്തേക്ക്. ഇവിടെ കവർ ചാർജ് 250 കൊടുക്കണം. അപ്പോൾ നമുക്ക് റൂഫ് ടോപ്പിലേക്ക് പോകാൻ പറ്റും. അടിപൊളി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ 250ക്ക് വേണ്ടിയിട്ടത് കളയരുത്തിട്ടാരും. ഏതാ വ്യൂ! ഓ, ഇത് ഞങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ച കാരണം രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് ഈ വ്യൂ കിട്ടി. അപ്പോൾ ഇതാണ് ആ കഫേ സെറ്റപ്പ്. താഴെയുള്ളത്, മുകളിലുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനിയിപ്പോൾ താഴെയുള്ളതിൽ ഇവിടെ നിന്നും നമുക്ക് വ്യൂ ഉണ്ട്, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാനവിടെ ഒരു സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേയിൽ വെച്ചിട്ട് കണ്ടുപിട്ടിയ ഗതിയാണിത്. അപ്പോൾ അവനും ഇങ്ങനെ രാത്രി അവൻ ഇങ്ങനെ ഇറങ്ങാൻ പറ്റില്ല എന്ന് വിചാരിച്ച, ലൈറ്റൊന്നും ഇല്ലാന്ന്. ഞാൻ പറഞ്ഞു എന്നാൽ ഇറങ്ങി നോക്കാം, ഞാൻ വരണ വഴിക്ക് ഓൾറെഡി കണ്ടു. എന്നാൽ അവനും ഉണ്ട് പറഞ്ഞപ്പോൾ അവനെയും കൂട്ടി പോകുന്നു ഇങ്ങോട്ട്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എന്താ പറയുക, നമുക്കിങ്ങനെയൊക്കെ ഓരോന്ന് കാണാനായിട്ട് നടക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ഡ്രീമൊക്കെ നടന്നത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ് എനിക്ക്. അടുത്ത് മൊത്തം ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കടകൾ. ആ ഒരു ഇതിനെയാണ് അവർ പിങ്ക് സിറ്റി എന്നുകൊണ്ട് വിളിക്കുന്നത്. മൊത്തം ഒരേ കളറായിരിക്കും എല്ലാ ബിൽഡിങ്ങും. കാലത്തായപ്പോൾ ഞങ്ങൾ ഹവാ മഹാളിൻ്റെ ഉള്ളിക്ക് കയറാനായിട്ട് നോക്കുകയാണ്. മെയിൻ്റനൻസ് ഒന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ടേക്കാം. ഓ, പിങ്ക് സിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഓക്കെ, ഇത് മാത്രം പിങ്ക് കളറിൽ സെറ്റാക്കിയിട്ട്. ആണ് എൻട്രൻസ്. പക്ഷേ നമുക്ക് ഇപ്പോൾ കയറാൻ പറ്റില്ല പറഞ്ഞു, കാരണം 9 മണിക്കാണ് അത് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പെട്ടു. അപ്പോൾ നമ്മൾ ഇപ്പോൾ കയറുന്നില്ല, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോവാം. ഞങ്ങളൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു, കയറി നോക്കാൻ വേണ്ടിയിട്ട് കിട്ടാന്ന്. അങ്ങനെ നമുക്ക് മസാല ദോശ കിട്ടി രാജസ്ഥാനിൽ വന്നിട്ട്. അയ്യോ, ഇനി ഇതും കഴിച്ച് സെറ്റാവട്ടെ. അമ്പലത്തിലായിരിക്കും സെറ്റ്. എല്ലാം ഒറ്റ സ്ഥലത്തായി കഴിഞ്ഞിട്ട് സുഖാണ്.
അപ്പൊ പിന്നെ നമുക്ക് ഭംഗിയൊക്കെ പോകാൻ പറ്റും. ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങൾ കാണാൻ കിട്ടും. ഇപ്പൊ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ഇതെനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആംബർ ഫോർട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ അടുത്ത് തന്നെയാണ്. 1 കിലോമീറ്ററിൽ പെടുന്ന പോലെയാണ് എല്ലാം. ഇത് കുഞ്ഞൻ വെല്ലാണ് കേട്ടാ. ഇതൊരു കുഞ്ഞൻ വെല്ലാണ്. ഇതിൻ്റെ 10 ഇരട്ടിയുള്ളൊരു സ്ഥലമുണ്ട്. അത് 1 മണിക്കൂർ യാത്രയുണ്ട് ഇവിടുന്ന്. നോക്കട്ടെ, സമയം ഉണ്ടെങ്കിലേ ഞങ്ങൾ അങ്ങോട്ട് പോവുള്ളൂ. चले सर फिर ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ആംബർ ഫോർട്ട്. നമ്മുടെ ജോധ അക്ബർ അവരുടെയൊക്കെ പാലസ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോണത്. അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ഗൈഡിനെ എടുക്കാൻ മറക്കരുതാരും. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അവിടെ അറിയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആള് നല്ല രീതിയിൽ പറഞ്ഞു തരും. നല്ല രീതിയിൽ ചവിട്ടി പിടിച്ചോളോ. ഒരു 200-300 ആ ഒരു റേഞ്ചിലൊക്കെ ചോദിക്കും. മാക്സിമം 500 അത്. ये आमेर महल राजा मानसिंह ने बनवाया था। तो मानसिंह का नाम सुना होगा आपने, जोधा अकबर का भी नाम सुना होगा आपने। तो जोधा बाई जो थी वो यहीं के थे, ये अकबर का ससुराल था। अभी अपने इस महल के 3rd पार्ट में, इस अपार्टमेंट का नाम है दीवान खास। इस महल के अंदर इस आमेर महल की सबसे खूबसूरत बिल्डिंग बनी हुई है जिसका नाम है शीश महल। ओके, अपन वहाँ पे चल के देखते हैं। മുകളിലേക്ക് എത്തിയിട്ടാ. ഒരു രക്ഷയില്ലാത്ത ഇവിടുത്തെ കളറുകൾ പറഞ്ഞ പോലെ, അതുപോലെ ഈ ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ ഒരു എസ്തെറ്റിക് വൈവാണ് അവിടെ ഫുള്ള്. എനിക്ക് ആ ബിൽഡിങ് ഭയങ്കര ഇഷ്ടമായി. അവിടുത്തെ ആർട്ട് വർക്ക് ഒരു രക്ഷയില്ല. बैठने की जगह ये हो गाँव के लोग। और इसको बनाने के लिए जो स्टोन काम में लिए, ये लोकल मार्बल है, राजस्थान का मार्बल। ये व्हाइट मार्बल जो आप देख रहे हैं मकराना का मार्बल है, जो नागौर डिस्ट्रिक्ट में निकलता है। ये रेड मार्बल जो है देख रहे हैं, ये करौली धौलपुर 2 जिले राजस्थान के, वहाँ से निकलता है। ऊपर की साइड में देखेंगे एलिफेंट के मुंह बने हुए हैं। ഇവിടുത്തെ രാജാവ് ഓരോ മറ്റേ വെജിറ്റബിളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള സെയിം കളേഴ്സ് ആണെന്നാണ് പറയുന്നത്. പെയിന്റിങ് മൊത്തം ഇവ എന്താല്ലേ. बंदे ने दिमाग लगाया कि अगर मैं इस पानी के अंदर केसर लगाऊं तो इस पानी की वजह से मौसम जो है वो टेम्परेचर जो है वो डाउन रहेगा और यहाँ पे केसर उग जाएगी, कामयाब हो जाएगी। तो केसर जब यहाँ पे उगेगी तो केसर सारे पौधे कुछ समय में खराब हो। सो इसलिए कश्मीर में ज्यादा केसर है। हाँ, क्योंकि कश्मीर का जो है टेम्परेचर वो डाउन होता है, इसीलिए वहीं पे पैदा होती है। तो उस അതുപോലെ ജോധ അക്ബർ മൂവിയില്ലേ, അതിലത്തെ സോങ്സൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ ഗാർഡൻ അതൊക്കെ അതിൽ ഉൾപ്പെടുന്ന ഏരിയാസാണ്.
നമ്മുടെ ജോധ അക്ബറില്ലേ, അതിൽ ആളുടെ ശരിക്കുള്ള വീടാണ് കേട്ടോ കാണുന്നത്. इस महल को प्रोटेक्ट करने के लिए उस बंदे ने क्या किया, इसके चारों तरफ एक प्रोटेक्टिंग वॉल बनती है. टोटल लेंथ है इसकी 12 फीट. ലൈക്ക് ഗ്രേറ്റ് വോൾ ഓഫ് ചൈന. फर्स्ट चाइना, सेकंड कुंभलगढ़ फोर्ट एंड थर्ड नंबर ये 12 फीट. इस साइड गेट लगे हुए बंद पड़ा हुआ है. इस वाला रास्ता जो है पानी लेने के लिए होता है. मावटा लेक से पानी लेके आते थे लोग महल के अंदर. ठीक है, ये वो रास्ता है. ഓ പാനിയിലേക്ക് ആना वाला रास्ता. രാജ്ഞിയുടെ കിടപ്പുറയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ये अपार्टमेंट रानियों के अपार्टमेंट है. मानसिंह के 12 रानियां. 12? वो अच्छा आदमी है. तो ये फर्स्ट रानी का फर्स्ट इनका अपार्टमेंट. ठीक है, ओपन रानी के पास. ये ओपन नहीं कर सकता? छोटे छोटे रूम है, हाँ. ज़्यादा बड़े हैं नहीं. ये छोटे छोटे रूम हैं. ये पूरा स्टेट राजा के आने के लिए जाने के लिए. ഇത് രാജാവിന് പോവാനും വരാനുള്ള സ്ഥലം. അതേപോലെ അത് ആ റാണിയുടെ വീട്ടിലേക്ക് പോവാനും വരാനുള്ള വഴിയാണ് അത്. 4 റാണികളുടെ റൂമാണ് ഈ കാണുന്നത്. ഇതാണ് രാജാക്കന്മാരുടെ വീട്ടിലെ ടോയ്ലറ്റ്. ചിക്കൻ ബിരിയാണി എത്തി ഗൈസ്. ചിക്കൻ ബിരിയാണി ആൻഡ് മൗണ്ടൻ ഡ്യൂ അടിച്ചോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യണു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവരുടെ ഫുഡ്. അപ്പോൾ ഞാനിപ്പോൾ അതേ ഫുഡ് കഴിച്ചിറങ്ങി. അടിപൊളി ആയിരുന്നു കേട്ടോ അവരുടെ ബിരിയാണി, ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇവിടെ വരുന്നവരെന്തായാലും ട്രൈ ചെയ്യുക. ജയ്പൂരിലെ MM ഖാൻ ഹോട്ടൽ കേട്ടോ.